ഫുള്ള് റഷാണ് ശരിക്കും. ഹാഫ് ആൻ അവർ മാത്രമാണ്. ഓരോരോ ആനകൾക്കുള്ളത് മിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനുള്ളത് മൈസൂർ ഗൂഡല്ലൂർ റോഡിൽ മുതുമലൈ ടൈഗർ ഫോറസ്റ്റ് ഉണ്ട്. അവിടെ തെപ്പക്കാട് എന്ന് പറയുന്നൊരു ആന വളർത്ത് കേന്ദ്രമുണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് വന്നത്. ഇപ്പോൾ രാവിലെ 8:30 മുതൽ 9 മണി വരെയാണ് ശരിക്കും ഫീഡിങ്, ഭക്ഷണം കൊടുക്കുന്നത് കാണിക്കുന്നതാണ് രംഗം നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഫുള്ളായിട്ട് കാണിക്കുന്നതാണ്, ആന ഫീഡിങ്ങും മറ്റും ഫുള്ളായിട്ട് കാണിക്കുന്നതാണ്. വളരെ റെയറായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണാൻ ശ്രമിക്കണം. ഓക്കെ, ഈ കാണുന്നതാണ് മുതുമലൈ റിസർവ് ഫോറസ്റ്റിലെ റിസപ്ഷൻ സെൻറ്ററും ഇതിൻ്റെ പ്രധാന കാര്യാലയവും. ജംഗിൾ സഫാരിക്കും പിന്നെ എലിഫൻറ്റ് ഫീഡിംഗ് ക്യാമ്പിനും ടിക്കറ്റെല്ലാം കൊടുക്കുന്ന സ്ഥലമാണിത്. ഇതൊന്ന് കാണാം നമുക്ക്. സഫാരി വെഹിക്കിൾസൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് മുതുമലൈ ടൈഗർ റിസർവ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മസനഗുഡി റോഡ് പോകുന്നത് ഇവിടുന്ന് ആ സൈഡിലേക്ക്. മസനഗുഡി റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലാണ് ഈ എൻട്രി. ഇതിലെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. 30 റുപ്യാണ് പെർ പേഴ്സൺ ഉള്ളത്. നമ്മൾ ഈ കാണുന്ന മായാർ നദി എന്ന് പറയുന്നത് ഇതാണ്. ഇന്ന് തെപ്പക്കാടുള്ള മായാർ നദി. ഇവിടെയാണ് ആനകളൊക്കെ കുളിക്കാൻ വരുന്നത്. ഇവിടെ ഇങ്ങനെ ചുറ്റും കിടക്കുകയാണ് ശരിക്കും. ഈ തെപ്പക്കാട് എന്ന് പറഞ്ഞാൽ മുതുമലൈ ഫോറസ്റ്റ് റേഞ്ചാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവനായിട്ട്. അവരെ സെറ്റിൽമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ കാവടികൾ, മാഹോത്വമൊക്കെ അല്ലേ ആനകളെ സംരക്ഷിക്കുന്ന, അവരൊക്കെ കൊച്ചു കൊച്ചു കുടിലുകളാണ് നമ്മളാ കാണുന്നത് അവിടെ. ഇതൊക്കെ ആന ക്യാമ്പുകളായി ബന്ധപ്പെട്ട ഇതാണ് ഈ ഹൈറ്റിൽ കാണുന്നത്. എലിഫന്റ് ക്യാമ്പ് കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ്, ഇവിടെയാണ് ഗേറ്റ് ഉള്ളത് എലിഫന്റ് ക്യാമ്പിലേക്ക് പോകാനുള്ളത്. ഇവിടെ നിന്ന് ടിക്കറ്റ് ചെയ്തിട്ട് എൻട്രി, ഗേറ്റിൽ നിന്നാണ് എൻട്രി ഉള്ളത് നമുക്ക്. ആൾക്കാരൊക്കെ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ നോട്ടീസാണുള്ളത്. ഇവിടെ വെഹിക്കിൾ സഫാരി ഉണ്ട് 6:30 മുതൽ 10 മണി വരെ, പിന്നെ 2 മുതൽ 5 മണി വരെ. ഈ എലിഫൻറ്റ് ക്യാമ്പ് 8:30 മുതൽ 9 മണി വരെ ഉള്ള ജസ്റ്റ് ഹാഫ് ആൻ അവർ. അതുപോലെ ഈവനിങ് 5:30 മുതൽ 6 മണി വരെ. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഗേറ്റ് ഒന്ന് കാണിച്ചു തരാം. ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. പ്രധാനമായത് ഊട്ടിയിലേക്കുള്ള റോഡായതുകൊണ്ട് പൊതുവെ റഷായിരിക്കും എനി ടൈം. അടിപൊളി ഒരു സംഭവമാണ്. ഇതാണ് മുതുമലൈ ടൈഗർ റിസർവ് തെപ്പക്കാട്. അടിപൊളി. ഏകദേശം ആനകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അവരെ ഫീഡിങ് ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. ഓരോരോ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഉദയൻ എന്നാ പേര്. ഇതാ ഈ ആനൻ്റെ. ഇവിടെ സന്തോഷ് വരും.
ഫീഡിംഗ് ക്യാമ്പ്. ഉള്ളിൽ കാണുന്ന പാത്രങ്ങൾ അതൊക്കെ ഫീഡിങ് കുക്കിങ്ങിന് ഉള്ളതാണ്. ആനകൾ വരി വരിയായി നിൽക്കുന്നുണ്ട്. ഓരോരുത്തരുടെ പേരുണ്ട്. ദ ഭാമ, ബൊമ്മൻ, വിൽസൺ. ഫുള്ള് ആനകൾ അതാ ഇവിടെയൊക്കെ. അവരെ കയ്യിലുണ്ടല്ലോ അതിന് കുളമ്പിന് ആനൻ്റെ കുളമ്പിന് എന്തോ തേക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്, എന്തോ ഓയിലാണത്. നമ്മൾ ആ കാണുന്ന രണ്ട് ആനക്കുട്ടികളുടെ ഒന്നാണ് രഘു. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് അക്കാദമി അവാർഡ് വാങ്ങിയ ഒരു ഡോക്യുമെൻ്ററി സിനിമ ഉണ്ട്, ദ എലിഫൻ്റ് വിസ്പറേഴ്സ്. അതിൽ അഭിനയിച്ചതാണ് ഈ രഘു. ഇതിന് 3 മാസം പ്രായമുള്ളപ്പോഴേ അമ്മ ചത്തുപോവുകയും ഇവിടുത്തെ 2 ദമ്പതികളായ ബൊമ്മനും ബെല്ലിയും അവരുടെ ജീവിതം ഈ ആനക്ക് ഒഴിഞ്ഞു വെക്കുന്നതിൻ്റെ കഥയാണ് ആ സിനിമ പറയുന്നത്. 2022 കാർത്തികി ഗോൺസാലസ് സംവിധാനം ചെയ്ത എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന സിനിമ ഒരുപാട് പ്രശസ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ബൊമ്മനും ബെല്ലിയും ഈ ആനക്കുട്ടിയുടെയും അവർ ബന്ധത്തിൻ്റെ കഥ പറയുന്ന ഈ സിനിമ ഒരുപാട് ഫേമസ് ആണ്. മറ്റുള്ള ആനകൾ ഒന്നുകിൽ രക്ഷപ്പെടുത്തിയതോ അല്ലെങ്കിൽ ഇവിടെ ജനിച്ചതോ അല്ലെങ്കിൽ അപകടത്തിലോ മറ്റോ ഇവിടെ കൊണ്ടുവന്ന ആനകളാണ്. അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നൊരു എലിഫൻ്റ് ക്യാമ്പാണ് നമ്മൾ ഈ കാണുന്നത്. 1910 ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 1927 ഇങ്ങോട്ട് തെപ്പക്കാട് എന്ന സ്ഥലത്തേക്ക് ഇത് മാറ്റിയത്. രാവിലെ 6 മണി മുതൽ 8 മണി വരെ നിങ്ങൾ ഈ അടുത്ത് കാണുന്ന നദിയിലാണ് അവരെ കുളിപ്പിക്കുന്നത്. ആ റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോൾ കാണുന്ന മായാർ നദിയിലാണ് സ്ഥിരമായിട്ട് ഇവരെ കുളിപ്പിക്കുന്നത്. ആനയുടെ കൂടെ 2 പേരാണ് ഉണ്ടാവുന്നത്. ഒരാളെ പേര് മാഹോത്ത് എന്നും മറ്റേ ആളെ പേര് കാവടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാഹോത്ത് എന്ന ആളാണ് മേലെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നത്. കാവടി എന്ന് പറയുന്ന അസിസ്റ്റൻ്റായി എപ്പോഴും താഴെ കൂടെ ഉണ്ടായിരിക്കും. കുളി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം എല്ലാ ആനകൾക്കും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആനകളെ കുറിച്ചുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. 9 മണി കറക്റ്റ് ആയിട്ട് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു സെക്കൻഡ് മാറില്ല. ബോയിൽഡ് റൈസ്, മുതിര, റാഗി, കരിമ്പ്, തേങ്ങ, ശർക്കര, സോൾട്ട്, പിന്നെ മിനറൽ റിച്ച് ഫുഡൊക്കെയാണ് ഇവർക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു വലിയൊരു ബോളാക്കിയിട്ട് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ആനകൾക്കും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചില ഫുഡുകൾ കൊടുക്കുന്നത്. ഫീഡിങ് കഴിഞ്ഞാൽ ഇവരെ പിന്നെ തുറന്നു വിടുക ചെയ്യുക. ഇപ്പോഴും തൽക്കാലം നിങ്ങൾക്ക് ചെയിൻ കാണാം, പക്ഷെ കുറച്ച് ഉൾഭാഗത്തേക്ക് കൊണ്ടതിന് ശേഷം ഈ ചെയിൻ അയച്ചു വിടുന്നതാണ്. പക്ഷേ കാട്ടിലേക്ക് വിട്ടാലും എപ്പോഴും മാഹോത്തും കാവടിയായിട്ട് ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അവർ ദൂരെ നിന്ന് വാച്ച് ചെയ്യുന്നതാണ് പകൽ സമയത്ത്. മറ്റ് കാട്ടാനകളായിട്ട് അടുത്ത് പെരുമാറാതിരിക്കാൻ അവർ അല്പം ഡിസ്റ്റൻസിലാണ് അവർ സവാരി നടത്തുന്നത് കാട്ടിൽ. 3 മണി വരെ അവർ കാടിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി സവാരി കഴിഞ്ഞിട്ട് 3 മണിക്ക് അവരെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ വീണ്ടും വരെ മായാർ നിധിയിൽ അവരെ കുളിപ്പിക്കും, പിന്നെ ട്രെയിനിങ് കൊടുക്കും. പിന്നെ 5 മണിക്കാണ് അവരെ വീണ്ടും ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരും. 6 മണി വരെ അവർക്ക് ഫുഡിൻ്റെ ടൈമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ വീണ്ടും കാട്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫീഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം 6 മണിക്ക് ഇവരെ വീണ്ടും കാട്ടിലേക്ക് വിടുന്നതാണ്. പക്ഷെ അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വിടുമ്പോൾ മാഹോത്തും കാവടി അവരെ കൂടെ കാട്ടിലേക്ക് പോകുന്നില്ല.
പക്ഷേ ആനകളെ ചെയിനോട് കൂടിയാണ് കാട്ടിലേക്ക് അഴിച്ചു വിടുന്നത്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് അവർ ഐഡൻറ്റിഫൈ ചെയ്യാനും തിരിച്ചു കൊണ്ടുവരാനും ഈ ചെയിനുകൾ വളരെ ഉപയോഗപ്രദമാണ്. ஐடென்டிஃபிகேஷனுக்காக வச்சிருப்பாங்க. ஸோ அதை வச்சு அவங்க ஈஸியாக வந்து ரிசீவ் பண்ணி கொண்டு வந்துருவாங்க. ஸோ அவங்க ஜம்பு பார்த்தீங்கன்னா அவங்க வந்து 39 இயர்ஸ் ஓல்டு. ஸோ பொம்மன் பார்த்தீங்கன்னா 24 இயர்ஸ் ஓல்டு. அண்ட் நம்ம கிரி பார்த்தீங்கன்னா 15 இயர்ஸ் ஓல்டு. இவங்க கிருஷ்ணா, இவங்க பார்த்தீங்கன்னா 13 இயர்ஸ் ஓல்டு. அவங்க 2 பேரும் ஆஸ்கர் வின்னர்ஸ். ஸோ எலிஃபண்ட் விஸ்பரஸ்னு சொல்லி ஒரு மூவி பார்த்துருப்பீங்க, டாக்குமெண்ட்ரி ஃபிலிம். ஸோ அவங்க அதில் ஆக்ட் பண்ணவங்க அவங்க 2 பேரும் பொம்மி அண்ட் ரகு. பொம்மிக்கு பார்த்தீங்கன்னா 6 இயர்ஸ் ஓல்டு ஆச்சு, அந்த ரகுக்கு பார்த்தீங்கன்னா 9 இயர்ஸ் ஓல்டு ஆச்சு. So every elephant have a different life story. ഈ എലിഫന്റ് ക്യാമ്പിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പാണ്. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരെ പോയി കഴിഞ്ഞാൽ അഭയാരണ്യ എന്ന് പറയുന്ന മറ്റൊരു ക്യാമ്പുണ്ട്. അത് വാർദ്ധക്യമായ ആനകളെ മാത്രം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവുന്നതല്ല. എല്ലാ ആനകളുടെയും കാല് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഓയിൽ കാണാം. അതാണ് നീം ഓയിൽ. അത് അവർ അണുബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് 2 നേരം ചെയ്യുന്നതാണ്. ആ മരത്തിൽ നിറയെ കുരങ്ങന്മാരെ കാണാം. ഒരു വാൽക്കുരങ്ങൻ. ഒമ്പത് മണി കറക്റ്റാണ് ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും ഇവിടെയൊക്കെ ഒന്ന് കാണിക്കുക. ഇതാണ് ഉദയൻ എന്ന് പറയുന്നത്. ഇത് വലിയൊരു ക്യാമ്പാണ് ശരിക്കും, മുതുമലൈ ടൈഗർ റിസർവ്. No problem. ഇങ്ങോട്ടാണ് ഉദയൻ എത്ര വയസ്സാ? 27. അതെന്താ ഓയിൽ? എന്താ ബ്ലാക്ക് കളർ? എന്നാ ഓയിൽ അത്? നീം ഓയിലാ? ആ, ഓക്കെ ഓക്കെ. ഡെയിലി കൊടുക്കും? ഡെയിലി നീം ഓയിലാ? 2 times. വെളിಗೆ ഈവനിങ് അല്ലേ? ഇത് പിന്നെ ഓപ്പണാ? ചെയിൻ പിന്നെ ഓപ്പൺ ആക്കും? ഇപ്പോൾ മാത്രം ചെയിൻ, പിന്നെ ആഫ്റ്റർ ഫീഡിങ് ഓപ്പൺ ആക്കും. 9 മണിക്ക് ഫീഡിങ് കൊടുക്കും. അങ്ങനെ ചെയിൻ ഇട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ചെയിൻ ഈ സമയത്ത് മാത്രം സേഫ്റ്റിക്ക് അവരിട്ടതാണ്. എല്ലാ ആനകൾക്കും കുട്ടികൾക്കും ഒക്കെ ചെയിൻ കൊടുക്കും, കാരണം ഇവരെ സെക്യൂരിറ്റീൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഫീഡിങ് കഴിഞ്ഞ ശേഷം അവരെ ഫ്രീ ആയിട്ട് അഴിച്ചുവിടുക ചെയ്യുന്നത്. 8 വയസ്സാണ്. ഇതല്ല മോളെ, ഇത് 27. ഫുള്ള് റഷാണ് ശരിക്കും. ഹാഫ് ആൻ അവർ മാത്രമാണ് 9 മണിക്ക് കൊടുക്കുക. അരമണിക്കൂർ 1 മണിക്കൂറാണ് മാക്സിമം ഉണ്ടാകുന്നത് ഇവിടെ കാഴ്ച കാണാൻ. തൊട്ടടുത്തുനിന്ന് ആനെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ക്യാമ്പിൽ വന്നുള്ള. നമ്മൾ ഈ കാണുന്നതെല്ലാം ആനകൾക്ക് കൊടുക്കുന്ന ഫുഡാണ് ശരിക്കും. ഇതാണ് ഈ വൈറ്റ് കാണുന്നത് ബോയിൽഡ് റൈസ്. ബോയിൽഡ് റൈസ് ആൻഡ് പിന്നെ ബ്രൗണ് മുതിര അല്ലേ? ഓക്കെ. ആൻഡ് റാഗി ബോളാ? റാഗി ബോൾ ക്യൂബ്, അത് മറ്റേ ഷുഗർ ശർക്കര. ഓക്കെ 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 ഓക്കെ. ബോളാക്കിയിട്ട് ഫുൾ ബോളാക്കിയിട്ട് ഇത് ഇവിടെ സെയിം തിങ് യു ആർ ഗിവിങ്. ഇത് സെയിമാ കൊടുക്കുക അവിടെ? സെയിമാ. ഓക്കെ ഓക്കെ. ഇത് ഈ കാണുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഫുഡ് ഇപ്പോൾ ഇവർ റെഡിയാക്കിയതിന് ശേഷം ഒരു ബൗളാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് ഓരോ ആനകൾക്ക് കൊടുക്കുന്നതാണ് ഇപ്പം കാണാൻ പോകുന്നത്.
ഓരോ ആനകൾക്ക് കൊടുക്കേണ്ട അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ആനകൾക്കുള്ള ഓരോ തരം ഫുഡുകൾ ഓരോ സ്വല്പം ഡിഫറെൻ്റ് ഉണ്ടാവും. കാമാച്ചി, അണ്ണ, ബൊമ്മൻ, കൃഷ്ണ, അങ്ങനെ ഓരോ പേര് എഴുതി വെച്ചാൽ ഓരോ ആനകൾക്കുള്ള ഫുഡ് റെഡിയാക്കി വെച്ചത്. അപ്പം ഇനി ഒരു മിക്സ് ചെയ്തിട്ട് ബോളാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സീനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുണ്ട് ഇത് ഓരോരോ ആനകൾക്കുള്ളത് മിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ. ഓരോന്നും മിക്സ് ചെയ്തിട്ട് ഓരോ ചാക്കിലേക്ക് മാറ്റുന്ന രംഗം. ഓരോ ഭാഗത്തും ഓരോ സ്റ്റാഫാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്യാണ്. അരി, റാഗി. No, that is too far for. ബോളാക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ്. ഞാൻ അവിടെ പോയിട്ട് ബോൾ കൊടുക്കുന്നത് കാണാം. ബോളാക്കിയിട്ട് ആനക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാ ആനകൾക്കും ഓരോ സെപ്പറേറ്റ് മെനു ആണ് ശരിക്കും. ഗിരി വെയിറ്റിംഗ് എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ ഫീഡിങ് കാണാനാണ് വേണ്ടി ആൾക്കാരെല്ലാവരും ഇവിടെ വരുന്നത്. ഭക്ഷണം വരുമ്പോഴേക്കും ഒരു തുമ്പിക്കൈ പൊക്കുന്നുണ്ട്. ഇതാണ് മിക്സഡ് ഫുഡ് കൊടുക്കുന്നത്. காசு எடுத்துக்கிறது இல்லை. மசாஜ் தான் காசு 1000 2000 3000. ஆனா உங்க பேர் கேட்கவே இல்லை. அடுத்தது இப்போ நம்ம எல்லாம் எங்க போறோம் சொல்லுங்க. கேசரி அபிஷேகம் பாத்துக்கு மேலே பொம்மி தேனே. ഇവിടെ വന്നാൽ ശരിക്കും നല്ലൊരു കാഴ്ചയാണ്. വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. വളരെ ടിക്കറ്റ് കുറവാണ്. 30 രൂപ മാത്രമേ ഉള്ളൂ ശരിക്കും ടിക്കറ്റ് എൻട്രി. ക്യാമറയ്ക്ക് വേറെ ചാർജ് ഉണ്ടാവും. വീഡിയോക്ക് അലൗഡ് ഇല്ല, പക്ഷെ പ്രത്യേക പെർമിഷൻ വാങ്ങിക്കണം. ഇതല്ല ശരിക്കും ഒരു നല്ലൊരു അട്രാക്റ്റീവ് സംഭവമാണ്. ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരിക്കണം എന്ന് എൻ്റെ അഭിപ്രായം ഉണ്ടല്ലേ. ആള് വരുന്നതിന് മുമ്പേ തുമ്പിക്കൈ പൊക്കി. അതാണ് ബൊമ്മി. അത് എത്ര വയസ്സാ? അത് 5 വയസ്സാ. ഇത് 8 വയസ്സ്. ഓക്കെ, അത് 5 വയസ്സ് 8 വയസ്സ്. ഇതാണ് എലിഫന്റ് വിസ്പേഴ്സ് എന്ന ഡോക്യുമെന്ററിയിൽ അഭിനയിച്ചതാണ് ഈ 2 പേര്.
ஈஸியாக ஹேண்டில் பண்ண முடியுங்களா? அங்கே கிரிக்கு விட்றாங்க பாரு. பாரு பாரு எல்லாம் ஊற்றுவாங்க. லாஸ்ட் எவ்வளோ பெரிய தும்பிக்கு கூட வந்துருக்கோன்ற நான் கீழே விழுந்துரு போகுது. അവന് തിന്നിട്ട് മതിയായിട്ടുണ്ട്, പകുതി തിരിച്ചു കൊടുത്തതാ. ഷുഗർ കെയിൻ ഓരോരോ ഐറ്റംസ് ഫുഡുകൾ ഓരോ ടൈമിൽ ഇങ്ങനെ കൊടുക്കുക. ഇപ്പം കൊടുക്കുന്ന എല്ലാം കൊടുത്തതിന് ശേഷം ഇപ്പം കൊടുക്കുന്ന കരിമ്പ് കണ്ടില്ലേ, കയ്യിൽ കരിമ്പ് കൊടുക്കുന്ന അവർക്ക്. അപ്പോൾ ഏകദേശം ടൈം കഴിഞ്ഞ്, ഫീഡിങ് ടൈം കഴിഞ്ഞുള്ളതിൻ്റെ ബെല്ലാണ്. നേരത്തെ അവരെല്ലാവരും പോവാണ്, തിരിച്ച് പോവാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ തിരിച്ച് കാട്ടിലേക്ക് പോവാണ്. ചെയിന് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് കാട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് ചെയിൻ അയക്കുന്നത്. ഇപ്പോൾ ചെയിൻ അയക്കില്ല, അത് അവർ കയറി പോകുന്നത്. ഓരോരുത്തർ പോവാണ് ഇവരെ അയക്കുന്നത്. എല്ലാവരും പോവാണ്. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും മാഹോത്ത് എന്നാണ് പറയുക. ഇവരെ മാഹോത്ത് കാക്കിട്ട ഇവരെ കൂടെ പോകുന്ന മാഹോത്ത് എന്നാണ് പറയുക. അവർക്ക് മാത്രമേ കാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവർ കാടുകളിലേക്ക് ഇങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ എവിടെയൊക്കെ ഇത് ആനകൾ ചുറ്റിക്കറങ്ങുന്ന അവിടെയൊക്കെ ഈ മാഹോത്തിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് എക്സ്പ്ലെയിൻ. ഇത് തെപ്പത്താണ്. ഓരോരുത്തർ ഓരോ ബസ്സിലേക്ക് പോയി തുടങ്ങിയത്. കൊച്ചുകുട്ടി രഘു പോകുന്നതാണ്. 8 വയസ്സ് രഘുവിന്, ബാക്കിയുള്ളത് 5 വയസ്സ്. എല്ലാവരും പോവാണ്. അവിടെ വെള്ളം കുടിക്കുന്നുണ്ട്. അതാ ഈ പൈപ്പിലെ വെള്ളം ഇല്ല, ഈ പൈപ്പിലെ വെള്ളം കുടിച്ചിട്ടാണ് പോകുന്നത്. ಅದಕ್ಕೆ ಇಷ್ಟೇ ಐತೆ ಅಲ್ಲೋ ಚಿಂಟಾರಿ 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 ಅಲ್ಲೋ വെള്ളം കുടിക്കാനാണ് വരുന്നത്. 5 വയസ്സ്. മറ്റേ ആള് രഘുവിൻ്റെ പുറത്ത് കയറിയിട്ടുണ്ട്. ಇಷ್ಟ ಬಿಟ್ಬಿಡ್ತಾರೇನೋ ಅದೇ ಇಟ್ಕೊಳುತ್ತ. ಅದು ಐತಲ್ಲ, ಅದು 8 ಇಯರ್ಸ್.
ಇದನ್ನೆಲ್ಲ ವಿಡಿಯೋ ಮಾಡ್ತಿದ್ದೆ ವಾಯ್ಸ್ ಕೊಡು ಇದು ಕೂಡ ನನಗೆ ಇಷ್ಟು ನೀರು ಕುಡ್ಸಕ್ಕೆ ಹೋಗ್ತಿಲ್ಲ ನೀನು നല്ലൊരു കാഴ്ചയാണ് എന്തായാലും കാണുന്നത്. എല്ലാവരും പോയി തുടങ്ങി. ബൊമ്മ എന്ന് പറയുന്ന 5 വയസ്സുള്ള ഈ ആനക്കുട്ടി വെള്ളം കുടിച്ചുകൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ അവനും അവരെല്ലാവരും കാട്ടിലേക്ക് പോയത്. ಎಲಿಫೆಂಟು ನಡೀರಿ ಇನ್ನೇನು മാഹോത്ത് എന്ന് പറയുന്ന അവരെ കാവൽക്കാരാണ്. അവർ പറയുന്നതിലപ്പുറം അവർക്കില്ല. കൂടെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. 24 hours ചുറ്റും കാവലായിട്ട് ആളുണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ ഇവിടുത്തെ ഡീറ്റെയിൽസ് ആണ്. ഇവിടുത്തെ എലിഫൻറ്റുകൾ എങ്ങനെ പിടിച്ച് എങ്ങനെ ഇവിടെ വന്ന് ബോണായതാണോ. ഇപ്പോൾ ഓരോ എലിഫൻറ്റുകളുടെ 27 എലിഫൻ്റാണ് ഇവിടെ ഉള്ളത്, ആനകളാണുള്ളത്. അപ്പോൾ അതിൽ മെയില്, പിന്നെ ആണ് പെണ്ണേതാണ്, അതിന് വയസ്സ്, പിന്നെ അഡൾട്ടാണോ സബ് അഡൾട്ടാണോ കൊച്ചു കുട്ടികളാണോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫുള്ള് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ അവരെ പിടിച്ചത്, ഓരോ ആനകളെ പിടിച്ച സ്ഥലങ്ങൾ ഇതിൽ കാണുന്നത്, റെസ്ക്യൂ ചെയ്തത്, ചിലത് ഇവിടെ ബോണായത്, അതിൻ്റെയൊക്കെ ഡീറ്റെയിലാണുള്ളത്. ചിലത് ആനമല എന്ന് പറഞ്ഞ സ്ഥലം, മുതുമലൈ, പൊള്ളാച്ചി, കൂടല്ലൂർ, സത്യമംഗലം. ഇത് പെൻഷൻ എന്ന് വെച്ചാൽ റിട്ടയർഡ് ആയ ആനകളാണ് പെൻഷനർ എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ടാണ് 76 വയസ്സ്, 74 വയസ്സ്, 67 വയസ്സ്, 66 വയസ്സ്, 62 ഒക്കെ റിട്ടയർഡ് പെൻഷനായവർ. അവർക്ക് സ്പെഷ്യൽ ക്യാമ്പുകളാണുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ആ ക്യാമ്പിലേക്ക് അലൗഡ് ഇല്ല പോകാൻ. അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അവരെ. അപ്പോൾ ആനകളൊക്കെ പോയി, കാലി ആനകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങനെ ഓരോരുത്തർ കാടുകളിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ചെയിൻ അയച്ചു വിടും. കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ഉൾഭാഗത്തേക്ക് പോയാൽ മാഹോത്തുകൾ എന്ന് പറയുന്ന അവരെ കാവൽക്കാർ ചെയിൻ അഴിച്ചു വിട്ടതിന് ശേഷം അവരെ കാടുകളിലേക്ക്, എന്നാലും അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും, പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഫീഡിങ്ങിൻ്റെ ടൈം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്, എല്ലാവരും പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഇവിടുത്തെ രാവിലത്തെ ഫീഡിങ്ങിൽ 25 കിലോ ആണ് കൊടുക്കുന്നത്. ഫുഡ് മിക്സഡ് ഫുഡ്, അരി, റാഗി എല്ലാം മിക്സ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ 25 കിലോ കൊടുക്കുന്നത് വൈകുന്നേരമാണ്. പിന്നെ എന്താ ചെയ്യുന്നത്, ഇപ്പം അവർ അഴിച്ചു വിട്ട് പിന്നെ ടോട്ടൽ 250 കിലോ വേണം ശരിക്കും പ്രായപൂർത്തി ഒരു ആനക്ക് ടോട്ടൽ ഫുഡ് ഒരു ദിവസത്തേക്ക്. 250 കിലോ ആണെന്ന് അവർ പറയുന്നത്. 50 കിലോ ഇവിടുന്ന് തിന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ഫുഡ് ഇവർ കാടുകളിലേക്ക് അഴിച്ചു വിടില്ല. അപ്പോൾ അവിടുന്ന് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ്, ഇലകൾ, അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ അവിടുന്ന് തിന്നതിന് ശേഷം 250 കിലോ അപ്രോക്സിമേറ്റ് ഒരു ദിവസം തിന്നിരിക്കും. അതാണ് അതിൻ്റെ കണക്ക് ശരിക്കും. പിന്നെ ഇവരെ കാടിലേക്ക് അഴിച്ചു വിട്ട് കഴിഞ്ഞാലും എപ്പോഴും നിരീക്ഷണത്തിലായിരിക്കും. ഈ മാഹോത്തുകളിൽ നിന്ന് ഇവരെ കൂടെ നടക്കുന്ന ആൾക്കാരില്ലേ, ഈ കാക്കി ഡ്രസ്സ് ഇട്ട്, അവരെപ്പോഴും ഇവരെ കൂടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ കുറച്ച് ദൂരെ ജംഗിളിലേക്കൊക്കെ പോയി, കാടുകളിലൊക്കെ പോയി കഴിഞ്ഞാലും ഇവർ സറൗണ്ടിങ്ങിൽ പരിസരങ്ങളിലൊക്കെ ഈ മാഹോത്തുകൾ ആനകളുടെ ചുറ്റും ഉണ്ടാവും. എപ്പോഴും സംരക്ഷണത്തിനും നിരീക്ഷണത്തിനും ആയിരിക്കും എന്നാണ് പറയുന്നത് അവിടുന്ന്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. കാരണം ഒരിക്കലൊക്കെ വന്ന് കാണാം. കാരണം നമ്മൾ പോകുന്ന ഗൂഡല്ലൂർ മൈസൂർ റോഡിൽ തെപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആന ക്യാമ്പുള്ളത്. അപ്പോൾ എപ്പോഴേലും വഴിക്ക് പോകുന്നവർക്ക് രാവിലെ പക്ഷേ ടൈമിങ് ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ രാവിലെ 8 മണിക്കും 8:30ക്കും അല്ലെങ്കിൽ 9 മണി ഇതിൻ്റെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ ഫീഡിങ് കാണാൻ പറ്റുന്നത്. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഒക്കെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ.